ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 26-ാം അധ്യായം, ഷഡ്വിംശോധ്യായം. ഇതിൽ 31 ശ്ലോകം ഇതാണ്. ലൈനുകളും ശ്ലോകങ്ങളും കൂടെ 31 31 ലൈനുകളും ശ്ലോകങ്ങളും കൂടി 41 ഇതോടുകൂടി പഞ്ചമസ്കന്ധം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ചെറിയ ആശ്വാസം. ഒരു അധ്യായം, ഒരു സ്കന്ധം അങ്ങ് തീർന്നല്ലോ. നമ്മൾ ഷഷ്ഠസ്കന്ധത്തിലോട്ട് തുടങ്ങുന്നു അടുത്ത ദിവസം കേട്ടോ. അപ്പം ഇത് ഞാൻ നാളെ ഇടുന്നുള്ളൂ എന്ന് പറയണ്ടല്ലോ. ഹരി ഓം. നമുക്ക് തുടങ്ങാം അധ്യായം. പിന്നെ വാക്കുകൾ പദം പിരിച്ച് സമസ്ത പദങ്ങളൊന്ന് പിരിച്ചൊക്കെ പറഞ്ഞ് ഒന്ന് ശരിയാക്കാം. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ ഷഡ്വിംശോധ്യായാം. രാജോവാച മഹർഷയ ഏതദ് വൈചിത്ര്യം ലോകസ്യ കഥമിതി. രാജോവാച ഇവിടെ പറയുന്നത് പരീക്ഷിച്ചാണ്. മഹർഷിയോട് ചോദിക്കുക, അതായത് ശുഗ ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനായ ഋഷി ആയുള്ള ഋഷിയായുള്ള ആളെ, ലോകത്തിൻ്റെ രാമസ്യ രാമൻ്റെ എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏതത് വൈചിത്ര്യം, ഇത് ഇങ്ങനെയുള്ള വിചിത്രമായ കഥം ഇത് എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ ലോകത്തിന് ഈ തരത്തിലുള്ള വൈചിത്രത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു. ലോകം ഇങ്ങനെ ഭൂഗോള വർണ്ണനയൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിനൊരു സംശയം ശുഗനോട് ചോദിച്ചു. ഋഷി പറഞ്ഞു, ത്രിഗുണത്വാദ കർത്തൃശ്രദ്ധയാ കർമ്മഗതയാ പൃഥക് വിധ കേട്ടോ. പൃഥക് വിധ ഗ്വീന്ന് പറയാൻ ശ്രമിക്കേണ്ട, പൃഥക് വിധ എന്ന് പറഞ്ഞാൽ മതി. സർവസ്യ താരതമ്യേന ഭവന്തി. അത് കർമ്മഗതികൾ പല കാര്യങ്ങളായിട്ട് തിരിഞ്ഞു പോകും, വിഭിന്നങ്ങളാകും. കർമ്മഗതി എന്തുകൊണ്ടാണ്? ചെയ്യുന്നയാളിൻ്റെ ശ്രദ്ധയ്ക്കുള്ള വ്യത്യാസം പോലെ കർമ്മം ചെയ്യുന്നയാളിൻ്റെ വ്യത്യാസം മാനസികമായിട്ടും ആ ചെയ്യുന്ന സമയത്തുള്ള ആ ആളിൻ്റെ ശ്രദ്ധ എങ്ങനെയാണോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് കർമ്മത്തിൻ്റെ ഗതി തിരിഞ്ഞു പോകും, വ്യത്യസ്തമായിരിക്കും. രജ, സത്വ, തമ എന്ന് പറഞ്ഞ 3 ത്രിഗുണങ്ങളുണ്ട്. അത് നിമിത്തം ഒരുവൻ്റെ ശ്രദ്ധയ്ക്ക് തന്നെ ഓരോ സമയത്തിൽ ഓരോ ഭാവമുണ്ടാകും. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കുന്നത്. ഒരാൾ തന്നെ ഒരു കർമ്മം തന്നെ പല ആളുകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പല രീതിയിൽ അതിന് അനുഭവങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ വായനയുടെ കാര്യം തന്നെ എടുക്കാം. വായിക്കുന്നതെല്ലാം ഒരേ ഗ്രന്ഥമാണ്, പഠിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഒരേപോലെയാണ്. പക്ഷേ അത് വായിക്കുന്ന രീതികൾ ഓരോ ആളുകൾ വായിക്കുന്നത് ഒരിക്കലും ഒരുപോലെ അല്ലല്ലോ, ആണോ? അല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ഓരോ ആളിൻ്റേത് ആ രീതി, ഒരാളിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ജന്മസിദ്ധമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം ഒന്ന് വേറെ. രണ്ടാമത് ആ ആളിൻ്റെ തന്നെ ആ മാനസികാവസ്ഥ, അത് വായിക്കുന്ന സമയത്തെ മാനസികാവസ്ഥ. ആ ഒരാൾ തന്നെ പല പ്രാവശ്യം വായിക്കുന്നത് പലതുപോലെ ആയിരിക്കും അല്ലേ. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ തെറ്റുന്നുണ്ടെന്ന് നമുക്ക് വായനയ്ക്കകത്ത് പറയുന്നതിനനുസരിച്ച് ഉദാഹരണം നമുക്ക് എളുപ്പം മനസ്സിലാകാനാണ്. തെറ്റുന്നത് ആദ്യം തെറ്റിയ വരി ചിലപ്പം ഒരിക്കലും പിന്നെ തെറ്റണമെന്നില്ല. ചിലപ്പോൾ എപ്പോഴും ശരിയാക്കുന്ന ഒരു ലൈനായിരിക്കാം നമുക്ക് പിന്നെ എപ്പോഴും തെറ്റുന്നത്. ഒരിക്കലും നമുക്ക് നമ്മൾ പറയാറില്ലേ, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് വരാറേ ഇല്ല, ഇന്ന് എന്ത് പറ്റിയോവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സമയത്തെ അത് കർമ്മം ചെയ്യുന്ന സമയത്തെ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ 3 ത്രിഗുണങ്ങളുടെ അവസ്ഥ. ഒന്ന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ തമോ ഗുണം കൂടുതലായിരിക്കുമ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം തോന്നിയ പോലെ നമുക്കൊരു ഉന്മേഷമില്ലാത്ത വായനയായിരിക്കും. പക്ഷേ അതുപോലെ ആയിരിക്കില്ല. രാവിലെയൊക്കെ എഴുന്നേറ്റ് നല്ല ഫ്രഷായിട്ട് മൈക്കൊക്കെ വെച്ച് മുമ്പിൽ വെച്ച് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണെങ്കിൽ അത്
അപ്പോൾ നമ്മൾ നന്നായിട്ട് വായിക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ചെറിയ കാര്യം പറയാം. ആ പഠിപ്പിക്കുന്ന ആൾ, നമ്മളെ ഇത് പഠിപ്പിച്ച് തന്ന ആൾ ഇത് വായിക്കാനായിട്ട്, ഇതിപ്പോൾ ഭാഗവതം വായിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ. ഒരു സംഗീത വിദ്വാൻ, ഒരു സംഗീതം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി പോയി സാറിൻ്റെ അടുത്ത് പഠിച്ചു. എല്ലാം കഴിഞ്ഞ് വന്ന് ആ ആളിൻ്റെ മുമ്പിലിരുന്ന് ഒരു കച്ചേരി നടത്തുക, ഒരു കീർത്തനം ചൊല്ലാൻ, അതായത് ശാസ്ത്രീയ സംഗീതമാട്ടെ, അത് ചൊല്ലാനായിട്ട് ഇരിക്കുമ്പോൾ ആ അധ്യാപകൻ ഇരിക്കുന്ന സമയത്ത് ചൊല്ലുമ്പോൾ ഉള്ള ഒരു രീതി ആയിരിക്കുകയില്ല അല്ലാത്തപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അത് നമുക്ക് ഒറ്റയ്ക്കാകുമ്പം, ആ അധ്യാപകൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം കൂടെ അതിനകത്ത്, രീതിയും കൂടെ, സ്വന്തമായ രീതിയും കൂടെ അതിനകത്ത് വരും. പക്ഷേ പഠിപ്പിച്ച ആൾ മുമ്പിലിരിക്കുമ്പോൾ ആ പഠിപ്പിച്ച ആൾ പഠിപ്പിച്ചതുപോലെ തന്നെയായിരിക്കും പാടുന്നത്. കാരണം അദ്ദേഹം എന്ത് കരുതും, പിന്നെ നമുക്ക് തെറ്റുകയും ചെയ്യും. അത് വേറൊരു കാര്യം, അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ? നമുക്ക് ആ ആൾ ഇരിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഭ്രമമോ എന്തോ ഒരു അയ്യോ ഇത് എന്തെങ്കിലും തെറ്റിപ്പോകുമോ, എനിക്ക് തെറ്റിപ്പോകുമോ എന്നുള്ള ഓർത്താണ് വായിക്കുന്നത്. അപ്പോൾ തെറ്റത്തില്ല. എന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞാലും പുറമെ പറയും, ഇപ്പം ഞാൻ എപ്പോഴും നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്, അദ്ദേഹം ഇല്ലായിരുന്നല്ല, ചേച്ചി ഇല്ല, ഞാനാണെങ്കിൽ ചേച്ചി ഇല്ലായിരുന്നു, ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അത്രയും തെറ്റിയത്, എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. ഞങ്ങളൊക്കെ പറഞ്ഞ് സ്വാമിജി ഉള്ളപ്പോൾ വായിക്കുമ്പോൾ മുഴുവൻ തെറ്റും, അല്ലെങ്കിൽ അത്രയും ഒരു കുഴപ്പമില്ല. സ്വാമി ഉള്ളപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു തടസ്സം, എന്തോ ഒരു തടയൽ പോലെ തോന്നും. കാരണം ആ ആളിന് ശരിക്കും ഇതറിയാമെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്, ആ ബോധം, അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മളുടെ മാനസിക ആയിട്ടുള്ള ഒരു വിചാരവും കൂടെ ഇതിനകത്ത് കാണും എന്ന് അത് കണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ അധ്യായത്തിനകത്ത് ഈ വാചകത്തിൽ അതിൻ്റെ ഒരു പൊരുൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരേ കർമ്മം ചെയ്യുന്നത്, ആ കർമ്മം ഒരേപോലെ അല്ലാതെ അത് ചെയ്യുന്ന രീതിയോ അതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ വ്യത്യാസമാകുന്നത് നമ്മളുടെ ഓരോ വ്യത്യാസമുണ്ട്. ആ സമയത്തിൻ്റെ വ്യത്യാസമാണത്, അല്ലേ? ഒരു സമയത്ത് തന്നെ ഒരാൾ തന്നെ പല സമയത്ത് ചെയ്യുന്നത് ഓരോ പോലെ ഇരിക്കും. ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ആളാണ്, ഒരുപോലെ ആയിരിക്കത്തില്ല. പിന്നെ ഒരു പടം വരച്ചത് അതുപോലെ തന്നെ ഇരിക്കണമെന്ന് റിപ്ലിക്കേഷൻ ആയിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാം എന്ന് പറയാം. സാത്വികമായ ശ്രദ്ധയാണെങ്കിൽ ധർമ്മം, രാജസീയമായ ശ്രദ്ധ വന്നാൽ ധർമ്മ അധർമ്മം, താമസീയമായ ശ്രദ്ധകൾ ചെയ്യുന്നത് എന്തായിരിക്കും? പാപമായിരിക്കും. ഈ 3 വിധം പ്രവൃത്തികൾ എല്ലാവർക്കും ഉണ്ടാകും എന്നേ ഉള്ളൂ. അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ബാക്കിയൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇനി അതുപോലെ ഇതായിട്ടുള്ളൊരു വിഷയം വന്നാൽ നമുക്ക് അർത്ഥം കൂടെ നോക്കാം. അതേതാനീം പ്രതിഷിദ്ധ ലക്ഷണസ്യാധർമ്മസ്യ തഥൈവ കർത്തൃശ്രദ്ധായ വൈസാദൃശ്യാത് വിസദൃശത ഹേതാവായിട്ടും എന്നാണ് അർത്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെന്തോ വൈസാദൃശ്യാത് പിന്നെന്താ, കർമ്മഫലം വിസദൃശം ഭവതി യാ ഹി അനാദി അവിദ്യയ അനാദിയായ അവിദ്യ കൊണ്ട് കേട്ടോ. ഹി അനാദി അവിദ്യയ എന്നാക്കണം. അത് ഹി എന്നെഴുതുക, പിന്നെ അനാദി എന്നെഴുതുക, പിന്നെ അവിദ്യയ എന്നെഴുതുക. ശരിയായോ? വിസദൃശം ഭവതി യാ ഹി അനാദി അവിദ്യയ കൃതകാമാനാം, അങ്ങനെ തന്നെ എഴുതണം അത് കേട്ടോ. അനാദി, ഹി അനാദി, ഹി അനാദി അവിദ്യ കൃതകാമാനാം തത് പരിണാമലക്ഷണ ശ്രുതയ ശ്രുന്നയുള്ളൂ, ശ് അല്ല, ശ്രുതയ സഹസ്രശ പ്രവൃത്താസ്താസാം പ്രാചുര്യേണ അനുവർണയിഷ്യാമഃ രാജോവാച നരകാ നാമ ഭഗവൻ കിം ദേശവിശേഷ അഥവാ ബഹിസ്ത്രിലോക്യ ആഹോസ്വിത് അന്തരാള ഇതി. ആ മൂന്നാമത്തെ നമ്മൾ പദം പിരിച്ച് പറഞ്ഞില്ലെന്ന് തോന്നുന്നില്ലേ? അധേദാനീം ഇദാനീം പ്രതിഷിദ്ധ ലക്ഷണസ്യ അധർമ്മസ്യ തഥൈവ കർത്തൃശ്രദ്ധായ
വൈസാദൃശ്യാത് കർമ്മഫലം വിസദൃശം ഭവതി യാ ഹി അനാദി അവിദ്യയാ കൃതകാമാനാം തത്പരിണാമലക്ഷണ ശ്രുതയ സഹസ്രശ പ്രവൃത്താഃ താസാം പ്രാചുര്യേണ അനുവർണയിഷ്യാമഃ. മറ്റേതൊന്നുമില്ല അതിനകത്ത് കേട്ടോ. ആഹോസിത് അന്തരാള ഇതി. ഋഷിരുവാച അന്തരാള ഏവ ത്രിജഗത്യാസ്തു ജഗത്യാസ്തു അന്തരാള ഏവ ത്രിജഗത്യാസ്തു അത്രയേ ഉള്ളൂ കേട്ടോ. ത്രിജഗതിയല്ല, ജഗത്യാസ്തു ദിശി ദക്ഷിണസ്യാം അധസ്താത് ഭൂമേരുപരിഷ്ടാത് ച ജലാദ്യാസ്യാമഗ്നിഷു അഗ്നിഷ്വാത്താദയ ജലാദി യസ്യാം അഗ്നിഷ്വാത്താദയ ജലാദി യസ്യാം അഗ്നിഷ്വാത്താദയ. കിട്ടിയോ വാക്ക്? ജലാദ് യസ്യാം ഉപരിഷ്ടാത് ദക്ഷിണസ്യാം അധസ്താത് ഭൂമേരുപരിഷ്ടാത് ച ജലാദ് യസ്യാം. അങ്ങനെ ആക്കണം. ആ വാക്കുകളൊക്കെ ഒന്ന് എഴുതി വേണമെങ്കിൽ ആക്കാം. കാരണം അതൊക്കെ പലതായിട്ടും നമുക്ക് തോന്നാവുന്ന. ജലാദ് യസ്യാം അഗ്നിഷ്വാത്താദയ. ജലാദ് ഉപരിഷ്ടാത് ച യസ്യാം അഗ്നിഷ്വാത്താദയ പിതൃഗണ ദിശി സ്വാനാം ഗോത്രാണാം പരമേണ സമാധിന സത്യ ഏവാശിഷ ആശാസാന നിവസന്തി. യത്ര ഹാവാവ ഋഷി തന്നെ പറയുന്ന യത്ര ഹാവാവ ഭഗവാൻ പിതൃരാജോ വൈവസ്വത സ്വവിഷയാം പ്രാപിതേഷു സ്വപുരുഷൈർജന്തുഷു സംപരേതേഷു യഥാകർമാവദ്യം അനുല്ലംഘിത ഭഗവത് ശാസന സഗണോദമം ധാരയതി. യത്ര ഭാവ ഭഗവാൻ പിതൃരാജോ വൈവസ്വത സ്വവിഷയം പ്രാപിതേഷു സ്വപുരുഷൈർ ജന്തുഷു സ്വപുരുഷൈർ കഴിഞ്ഞ് കോമ ജന്തുഷു സംപരേതേഷു യഥാ കർമാവദ്യം ദോഷം അനുലംഘിത ഭഗവത് ശാസന ദോഷമേവ കഴിഞ്ഞിട്ട് കോമ ഇടുക. പിന്നെ അനുല്ലംഘിത ഭഗവത് ശാസന ലംഘിച്ച് സഗണോദമം ധാരയതി. അതായത് പിതൃരാജോ വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രനായ യമരാജാവ്, സൂര്യൻ്റെ പുത്രനാണ് യമൻ. സാക്ഷാത് ഭഗവാൻ നൽകിയ അധികാരത്തെ അതിക്രമിക്കാതെ, അതിനെ ഇതാക്കാതെ, ഭഗവാന്റെ അതിനെ അതൊരു വാക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ലംഘിക്കാതെ അതിൻ്റെ ലംഘിക്കാതെ സ്വന്തം സംഘത്തോടു കൂടി വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരം എന്താണെന്ന് വെച്ചാൽ മരിക്കാറായ ജന്തുക്കളെ ആ ഭൃത്യന്മാരെ അയച്ച് സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുവരും. ആ രാജ്യത്തിലാണ്
മരിച്ചവരെ കൊണ്ടുവരുന്നതാണ്. മൃതന്മാരായവരെ എന്ന് വെച്ചാൽ അത് തന്നെ അന്തരിച്ചവരെ കൊണ്ടുവരുന്ന സ്ഥലം. തന്നെ പോയല്ല, സ്വന്തം ഭൃത്യന്മാരെ അയച്ചാണ് വരുത്തുന്നത്. കർമാദി ദോഷത്തിനനുസരിച്ചതായ ദുഃഖരൂപമായ ദണ്ഡത്തെ, ഓരോ ദുഃഖം ആണെങ്കിൽ ആ ആയിട്ടുള്ള ദണ്ഡം, ശിക്ഷയെ നൽകുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അത് പറയുന്നുണ്ട് കേട്ടോ. നരകസ്ഥാന വർണ്ണനയാണ് ഇതിനകത്ത് പറയുന്നത്. അത് നമ്മൾ വെറുതെ വായിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നരകമൊന്നും ഇല്ല കേട്ടോ, നരകമൊന്നും ഇല്ല. ഇതിനകത്ത് പറയുന്ന നരകങ്ങൾ കേട്ടാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കാവുന്ന, ജീവിതം കൊണ്ട് നമ്മൾ യൗവനത്തിൽ നമ്മുടെ കർമ്മനിരതരായിരുന്ന ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. അതിന് ഇംഗ്ലീഷിൽ പറയും ലോ ഓഫ് കർമ്മ. കർമ്മത്തിനനുസരിച്ച ഒരു നിയമമുണ്ട്, അത് അനുഭവിച്ചേ പോകാൻ പറ്റൂ. ചിലപ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവർ സുഖമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് നമ്മുടെ കാഴ്ചപ്പാടില്ല സുഖം, അവരൊക്കെ സുഖം എന്ന് തോന്നിപ്പിക്കുന്നത്. അവരെ നേരിട്ട് ചോദിച്ചാൽ അവർക്കത്ര സുഖമൊന്നും ഉണ്ടാകുകയില്ല. ഒന്നെങ്കിൽ മാനസികമായ വ്യഥ അവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ചെയ്ത കുറ്റം ഏത് മനുഷ്യൻ്റെയും, മനഃശാസ്ത്രജ്ഞന് ഞാൻ പറയുന്നതല്ല, മനഃശാസ്ത്രജ്ഞർ ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻകാർ പറയുന്നതാണ്. നമ്മളൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശക്തി ക്ഷയിക്കുമ്പോൾ നമ്മളുടെ ഇങ്ങോട്ട് വരുന്ന വരുമാനങ്ങൾ, നമ്മൾക്ക് വരുന്ന സ്രോതസ്സുകൾ, നമുക്ക് എത്തിപ്പിടിക്കുന്ന നമ്മളുടെ കയ്യിലോട്ട് എത്തിച്ചേരുന്ന ധനം, ആ മാർഗം, അതുപോലെ ആരോഗ്യം, ഇതെല്ലാം നമുക്ക് ക്ഷയിച്ചു തുടങ്ങുമ്പോൾ, ഇല്ലാതായി തുടങ്ങുമ്പോൾ, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റായ കർമ്മങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മനസ്സെന്ന് പറഞ്ഞത് ഒരു പ്രഹേളികയാണ്. അത് നമുക്ക് എന്താണെന്ന് വിവരിക്കാൻ പറ്റില്ല. അതൊരു നിഗൂഢമാണ്. മനുഷ്യൻ്റെ മനസ്സ് ഒരു നിഗൂഢ രഹസ്യമാണെന്ന് പറയാറുണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾക്കേ അറിയാവൂ, മറ്റൊരാൾക്ക് അറിയാനേ സാധിക്കില്ല. അപ്പം നമ്മുടെ മനസ്സ് ഈ തെറ്റുകൾ ചെയ്ത് എന്തെങ്കിലും നേടിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ആ തെറ്റുകൾ മനഃപൂർവ്വം വേറെ ഏതെങ്കിലും സാഹചര്യ സമ്മർദ്ദത്താൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മഥിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. നമ്മളെ എപ്പോഴും മാനസികമായിട്ട് ദുർബലരാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നമ്മൾ ശരീരം കൊണ്ടും നമ്മുടെ വരുമാനം കുറഞ്ഞ് നമ്മൾ ഒരു ആശ്രിതരായിരിക്കുമ്പോൾ, ആരുടെയെങ്കിലും ഒരു ആശ്രിതരായിരിക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എല്ലാവർക്കും. പ്രായാധിക്യം വന്ന് മരിക്കുകയാണെന്ന് വെച്ചാൽ പ്രായാധിക്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു അവസ്ഥയിൽ സ്റ്റേ ചെയ്യുന്ന ആളിന് എപ്പോഴും ആ ഒരു ദുഃഖമല്ല അതിനെ പറയുന്നത്, നമ്മൾ സമ്മർദ്ദത്തിലാകും, മാനസികമായ സമ്മർദ്ദം ഉണ്ടാകും മനസ്സിന്. അത് ഉറപ്പാണ്. അതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കേട്ടോ, സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയതാണ്. അതാണ് നമ്മുടെ നരകം. നമ്മളൊരിക്കലും സന്തോഷവാന്മാരല്ല. നമ്മൾ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സെന്താ, നമ്മൾ നല്ലത് നേടി, നമുക്ക് ഓരോന്ന് നേട്ടങ്ങൾ ഇങ്ങനെയൊക്കെ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ, നേട്ടങ്ങളിങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമുക്ക് തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള ഉയർച്ചയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അഹങ്കരിക്കും. പക്ഷേ വിവേകികളായിട്ടുള്ളവരെ അടക്കി വെക്കും അതിനെ. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സപ്പോൾ ആ തുള്ളിച്ചാട്ടം നിൽക്കും. എപ്പോഴാണ് നമ്മൾ ആ പാട്ടിനകത്ത് പാടുന്ന പോലെ ഊർധ്വവായു വലിച്ചിങ്ങനെ ആ കട്ടിലേക്ക് കിടക്കുമ്പോഴോ, അല്ലെങ്കിൽ രോഗഗ്രസ്തയായി എന്നറിയുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സിൽ ദുഷ്ടമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്ന പോലെ, നമ്മൾക്ക് ശരീരവും മനസ്സും തളർന്നു കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മളെ ഉപേക്ഷിച്ചെന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മളിതെല്ലാം മനസ്സിലോർക്കും. ആ നരകമാണ് ഇവിടെ വർണ്ണിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറൊരു. അപ്പം അല്ലാത്തവർക്ക് സന്തോഷിക്കാം. ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യങ്ങൾ, ഞാൻ ഓരോ നന്മകൾ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. ഒരു മനുഷ്യൻ സന്തോഷം ആയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ഇന്നത് ചെയ്തത് നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് അന്ന് സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് തെറ്റല്ലാത്ത നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് അത് ഓർത്ത് സന്തോഷിക്കാം.
ഉദാഹരണത്തിന് നമ്മുടെ ചെറുപ്രായത്തിൽ ഏതെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള, നമുക്ക് ശരിക്കും അറിയാവുന്ന, നമ്മുടെ സ്വന്തത്തിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരാൾക്കാർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ധനസഹായം, അതുപോലെ കായികമായിട്ടുള്ള സഹായം, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് അപ്പം കിട്ടിയ ആ സംതൃപ്തി നമ്മൾ ആ കിടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാകും. ശരീരത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കും, അത് നമ്മുടെ ശരീരത്തിൻ്റെ പീഡയാണ്, അത് അനുഭവിച്ചേ പറ്റൂ. പക്ഷേ മാനസികമായിട്ട് നമുക്കൊരു നരകമില്ല അവിടെ. നമ്മുടെ മനസ്സിൽ ഞാൻ അന്നങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ അതുണ്ടാകുന്നതെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കേട്ടോ. അപ്പം ഞാനത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, പലപ്പോഴും ഓർത്ത് നോക്കിയിട്ടുണ്ട്. പലരുടെ അനുഭവം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് എല്ലാം നല്ല ഇതായിട്ടാണ്, പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാൻ വയ്യെന്ന് നമ്മൾ പറയില്ലേ. അവരുടെ മനസ്സിൽ വിഷമം ദുഷ്ടതകൾ ചെയ്തവർക്ക് മാനസികമായിട്ട് ഒരു ഗിൽറ്റി കോൺഷ്യസ്, എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന കുറേ കൂടി എളുപ്പമെന്ന്. അത് നമുക്ക് മലയാളീകരിക്കുമ്പോൾ അതിന് വാക്കുകൾക്കൊക്കെ ഒരു ബലമില്ലായ്ക വരും. അത് ഗിൽറ്റി കോൺഷ്യസ്, അതിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. അതായിരിക്കും നമ്മളെ അപ്പോഴും ഹോണ്ട് ചെയ്യുന്നത്, നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാവുന്ന. അതുകൊണ്ട് ഇങ്ങനെ ഈ പുസ്തകത്തിൽ ഇപ്പോൾ പറയുന്ന നരകമെന്ന് പറയുന്നൊരു സ്ഥലം ഇങ്ങനെ പ്രത്യേകം ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടില്ല. അത്രയും തീവ്രമായ ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കുക. ആ നല്ല കർമ്മങ്ങൾ ചെയ്തതിൻ്റെ അത് അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നതല്ല കേട്ടോ. നമ്മൾ സഹജീവികളോട് നമ്മുടെ ഈശ്വരനും ഞാനും ഒന്നാണെന്ന് വിചാരിക്കുന്ന ആൾ ഓർക്കണം. മറ്റുള്ള ജീവികളിലും നമ്മൾ കരുണ ചെയ്തിട്ടുണ്ടെങ്കിലും, ജീവിയോട് കരുണ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നമ്മുടെ നല്ല ഓർമ്മകളിൽ നമ്മുടെ നല്ല മനസ്സിൻ്റെ നല്ലതായിട്ട് ചിന്തിക്കാനുള്ള മനസ്സും നമുക്ക് കുളിർമയും മനസ്സിന് തരും. അത് നരകമല്ല, അപ്പം അത് സ്വർഗമാണ്. എപ്പോഴും നമ്മൾക്ക് ശയ്യാവലംബിയായിട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ മുത്തശ്ശിമാരെയോ ഒക്കെ നമ്മൾ പ്രായമായി കിടന്നപ്പോൾ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലപ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് തോന്നും. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും അത് ചെയ്തില്ലാത്ത കാര്യം. അപ്പോഴതേ ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ കാണാൻ വരുന്നവരോട് സംസാരിച്ച് അവർ പോയി കഴിയുമ്പോൾ ഉടനെ ചിന്തിക്കുന്ന ഇതാ, ഞാനിങ്ങനെ ചെയ്തല്ലോ എന്ന്. അതെന്തുകൊണ്ടാണ്? ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് ചുരുക്കം. അതുകൊണ്ടാണ് ഈ നരക വർണ്ണന ഇതിനകത്ത് വളരെ വിശദമായിട്ട്, ഇതിലും വലിയ വിശദമായിട്ടാണ് ദേവി ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെയുള്ളൊരു നരകം ഒരു ഇതായിട്ടുള്ള ഒരു സ്ഥലം ഒന്നും അങ്ങനെയില്ല. അത് ആത്മാവേ ഉള്ളെന്ന് പറയുന്നുണ്ട്. ശരീരത്തിന് വേദനയുള്ളെന്ന് നമ്മൾ പറഞ്ഞ ആ വാക്കുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ശരീരമില്ലാത്തതിന് എങ്ങനെ വേദന ഉണ്ടാകും? ശരീരമില്ലാത്ത ആത്മാവല്ലേ നമ്മുടെ പോയിരിക്കുന്നത്. അപ്പം നമുക്കൊരു ശരീരമില്ല, ശരീരം നമ്മൾ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എതിർപ്പുള്ളവരുണ്ടാകും കേട്ടോ, അതെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഫിലോസഫി ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആത്മാവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല, അതിനെ വാളുകൊണ്ട് തടയാൻ പറ്റില്ല എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നരകമെന്ന് പറയുന്നത് ഒരു യാതനയായിട്ട് അനുഭവിക്കാനും നമുക്ക് പറ്റില്ല. കാരണം അത് വേദനയൊന്നും ഉണ്ടാകുന്ന കാര്യം ആത്മാവിനില്ലല്ലോ. ആത്മാവല്ലേ പോയിട്ടുള്ളൂ, അതിനെയല്ലേ അങ്ങോട്ട് കൊണ്ടുപോയത്. ശരീരം നമ്മളിവിടെ കരിച്ച് കളഞ്ഞില്ലേ, പിന്നെ വേറെ ശരീരമില്ലല്ലോ. അപ്പോൾ ആ ആത്മാവിനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ജീവൻ പോകാറായി കിടക്കുന്ന സമയം അല്ലെ കുറച്ച് നാളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാത്തപ്പോഴും ഹൃദയസ്തംഭനം വന്ന നിമിഷത്തിൽ മരിക്കുന്നു എന്ന് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ നരകം അനുഭവിക്കുന്നില്ലല്ലോ. നരകം അനുഭവിക്കുന്നുണ്ട്, കാരണം തെറ്റ് ചെയ്തപ്പോൾ തൊട്ട് അയാളുടെ കൂടെയുണ്ട്. ഈ പറയുന്ന തെറ്റുകളാണെന്ന് എപ്പോഴെങ്കിലും ബോധ്യമാകുന്ന അപ്പം തൊട്ട് അയാളെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ശരിക്കും ശരിയായ കാര്യം. നിങ്ങൾ ഓരോ നരകവും വർണ്ണനകളും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകും നമ്മൾ ദുഃഖിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടോ. അത് ഈ ജന്മത്ത് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ആ നരകം അനുഭവിച്ചാണ് പോകുന്നത്. ഈ പറയുന്ന പോലത്തെ ഒരു അഗ്നികുണ്ഡം ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മളെ ഇടുക, ചുട്ടുപൊള്ളിക്കുക, മൂർത്ത നഖങ്ങൾ കൊണ്ട് നമ്മളെ, അത് ഒക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണ്. മനസ്സിനെയാണ് അത് ബാധിക്കുന്നത് കേട്ടോ, ശരീരത്തിനെ അല്ല. അത് ബാധിക്കും. അവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതൊന്ന് ഞാൻ മുന്നോടിയായിട്ട് പറയുക. നരക പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല കേട്ടോ, അല്ലെ ആദ്യമേ തന്നെ പറഞ്ഞേനെ. ഹരിയോം പറയാൻ തുടങ്ങാമേ. എന്നിട്ട് ഇനി അടുത്തതാണ് 7. തത്ര ഹൈകേ, ഇതിനെല്ലാം നമ്മൾ കഴിഞ്ഞല്ലോ. തത്ര ഹൈകേ നരകാനേകവിംശതി ഗണയന്തി അഥ താംസ്തേ രാജൻ നാമരൂപലക്ഷണതോനുക്രമിഷ്യാമഃ
താമിശ്ര അന്ധതാമിശ്രോ രൗരവോ മഹാരൗരവ കുംഭീഭാഗ കാലസൂത്രം അസിപത്രവനം സൂകരമുഖമന്ധകൂപ കൃമിഭോജന സന്ദംശ തപ്ത സോർമിർ വജ്രകണ്ഠക ശാൽമലി വൈതരണി പൂയോദ പ്രാണരോധോ വിശസനം ലാലാഭക്ഷ സാരമേയാദനം അവീചിരയ. ഞാൻ നോക്കട്ടെ. 28 നരകങ്ങളാണ് ഉള്ളത് കേട്ടോ. ചിലർ 21 പറയും. കണ്ഠകാശ്മലി സന്ദംശ സ്തപ്ത സൂർമിർ വജ്രകണ്ഠക ശാൽമലി വൈതരണി പൂയോദ പ്രാണരോധോ വിശസനം ലാലാഭക്ഷ സാരമേയാദനം അവീചിരയ പാനം അയപ്പാനം അവീചിരയ ചിര അയപ്പാന പാനം ഇത് കിംച ക്ഷാരകർദ്ദമോ രക്ഷോഗണ ഭോജന ശൂലപ്രോദോ ദന്തശൂകോ വടനിരോധന പര്യാവർത്തന സൂചീമുഖം ഇതി 28 നരക വിവിധ യാതനാഭോമയ. ഇത് 28 ഏകവിംശതി എന്നാണെന്ന് കണക്കാക്കുന്നു ചിലർ. തത്ര ഹ ഏകേ എന്ന തത്ര ഏകേ നരകങ്ങളെ ഏകവിംശതി എന്ന് പറയുന്നു, കണക്കാക്കുന്നു. ഗണയന്തി എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നു. രാജാവേ, അവയെ നാമരൂപ ലക്ഷണത പേര് സ്വരൂപം ലക്ഷണം എന്നിവയോടുകൂടി അങ്ങയോട് അനുക്രമിഷ്യാമ ക്രമത്തിൽ പറയാം. കിഞ്ച തത്ര അത്ര തന്നെയല്ല 28 നരക 28 നരകങ്ങൾ വിവിധ യാതനാഭൂമയ ബഹുവിധ ദുഃഖാനുഭവത്തിനുള്ള ഭൂമികളുണ്ട്. അവിടെ 21 നരകസ്ഥാനങ്ങളുണ്ടെന്ന് ചിലർ പറയുന്നു, 28 എന്ന് പറയുന്നു. അതെല്ലാം ഞാൻ പറയാം. അത് പറയുന്നതിൻ്റെ നരകങ്ങൾ ഞാനൊന്ന് പറയാം കേട്ടോ. നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് മാത്രമാണ് പറയുന്നത്. എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഓരോരോ വാക്കുകൾ പദം പിരിച്ച് പറയുന്നതേ ഉള്ളൂ. താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്ദംശം സപ്തസൂർമി വജ്രകണ്ഠകശാൽമലി വൈതരണി പൂയോദം പ്രാണരോധം വിശസനം ലാലാഭക്ഷം സാരമേയാദനം അവീചി അയപ്പാനം ക്ഷാരകർദ്ദമം രക്ഷോഗണഭോജനം ശൂലപ്രോതം ദന്തശൂകം അവടനിരോധം പര്യാവർത്തനം സൂചീമുഖം. ഇങ്ങനെ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെ അനുസരിച്ച് പല ദുഃഖങ്ങളെ അനുഭവിപ്പിക്കുവാനുള്ള സ്ഥലങ്ങളാകുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല ദുഃഖങ്ങളെ ശരീരത്തിനല്ല, അപ്പം ദുഃഖം മനസ്സിനാണ്. അപ്പം നിങ്ങളത് ഒന്നുകൂടെ വായിച്ചോളൂ. തത്ര ഹൈകേ നരകാനേകവിംശതിം ഗണയന്തി അഥ താം സ്തേ രാജൻ നാമരക്ഷണ ലക്ഷണതോനുക്രമിഷ്യാമഹ. താമിശ്ര അന്ധതാമിശ്രോ രൗരവോ മഹാരൗരവ കുംഭീഭാഗ കാലസൂത്രമസിപത്രവനം സൂകരമുഖമന്ധകൂപ കൃമിഭോജന സന്ദംശ തപ്തസൂർമിർ വജ്രകണ്ഠക ശാൽമലി വൈതരണി പൂയോദ പ്രാണരോധോ വിശസനം ലാലാഭക്ഷ സാരമേയാദനം അവീചി അയപ്പാനം ഇതി അയപ്പാനം കേട്ടോ. അവീചി എന്നാണ് നരകത്തിൻ്റെ പേര്. അവീചി എന്നേ ഉള്ളൂ. അവീചി. അത് കഴിഞ്ഞിട്ട് രാ വെട്ടിക്കളയുക, അയപ്പാനം എന്ന് എഴുതുക. അയപ്പാനം ഇതി ലാലാഭക്ഷ സാരമേയാദന എന്നാണ് നരകത്തിൻ്റെ പേര്. ആദനം അവീചി. ഒരു നരകം നമ്മൾ പ്രത്യേകം കേൾക്കാത്തതായതുകൊണ്ട് അതൊന്നും നിങ്ങൾ എഴുതിയിട്ടോ. സാരമേയാദനം, പിന്നെ അവീചി എന്നൊരു നരകത്തിൻ്റെ പേരാണ്. പിന്നെ അയപ്പാനം, അത് വേറെ. അവീചി അയപ്പാനം 2 എണ്ണമാണ് കേട്ടോ. അത് അങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ കറക്റ്റ് 28 എണ്ണം. കിംച ക്ഷാരകർദ്ദമോ രക്ഷോ ഗണഭോജന ശൂലപ്രോദോ ദന്തശോകോ
ദന്തശൂകോവട നിരോധന പര്യാവർത്തന സൂചീമുഖം. ഇത് അവിടം വരെ സൂചീമുഖം. ഇതി അഷ്ടാവിംശതിർനരക വിവിധ യാതനാഭൂമയ. 8. എത്ര യസ്തു പരവിത്താപത്യകളത്രാണി അപഹരതി സഹി കാലപാശബദ്ധോ യമപുരുഷൈര് അതിഭയാനകൈ താമിശ്രേ നരകേ ബലാത് നിപാത്യതേ അനശനാത് ഉദപാനദണ്ഡതാടന സന്ദർജനാദിഭിർ യാതനാഭിർ യാത്യമാനോ ജന്തുര്യത്ര കശ്മലം ആസാദിത ഏകദൈവ മൂർച്ഛാം ഉപയാതി താമിശ്രപ്രായേ. മൂർച്ഛാം ഉപയാതി. താമിശ്രം എന്ന പേരായ നരകത്തിൽ കാര്യം പറയുന്നുണ്ട്. നമ്മളെ ബലത്തിൽ അതിനകത്തോട്ട് വീഴിക്കും. എന്നിട്ട് ആഹാരമോ ജലപാനമോ അവന് കൊടുക്കയില്ല. പലവിധത്തിൽ ദേഹോപദ്രവം ചെയ്യും. അവിടെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഞാനിത് കേട്ടോണ്ടിരിക്കുമ്പോൾ, ആചാര്യന്മാർ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുമ്പോൾ, നമ്മൾ സ്വാമിജി പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. ദേഹമില്ലാത്ത ആളിന് ദേഹോപദ്രവം എന്ന് പറയുന്നു. അങ്ങനൊരു ദേഹമില്ലല്ലോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ലേ നമ്മൾ പോയത്. അപ്പോൾ ഇത് നമ്മളെ പേടിപ്പിക്കാൻ തന്നെ എഴുതി വെച്ചിരിക്കുന്ന. അപ്പോൾ ദേഹം ഉള്ളപ്പം കിട്ടുന്ന നരകമാണ് ഇത്. അത് ആ സമയത്ത് തന്നെ പതിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഒരെണ്ണം, ബലാത്കാരേണ നമ്മളെ പതിപ്പിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളെ പതിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ രാജകീയമായിട്ട് വാണുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും മെഡിക്കൽ സയൻസിനെക്കുറിച്ചും ഒക്കെ നമുക്ക് നല്ല അഹങ്കരിച്ച്, ശരിക്കും പറഞ്ഞാൽ അഹങ്കരിച്ച് തന്നെ നമ്മളുടെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം അസുഖം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതിയിരിക്കുന്ന ആ സമയത്ത് എന്താ പറയുന്നത്, മുകളിൽ നിന്ന് താഴോട്ടും ബലാത്കാരേണ താഴോട്ടിടും അല്ലേ നമ്മുടെ ശരീരം ഉള്ളപ്പോഴേ ഉള്ളത്. അപ്പോൾ അത് തന്നെ വ്യക്തമാണ്, ശരീരം ഉള്ളപ്പോഴാണ് ഈ ദുഃഖങ്ങൾ തരുന്നതെന്ന്. അപ്പോൾ എന്നിട്ട് ചെയ്യുന്നത് എന്താ? ആഹാരമോ ജലപാനമോ കൊടുക്കുകയില്ല. ഈ ആത്മാവിന് ജലവും വേണ്ട. വായില്ലാത്തവൻ എന്തിനാ ജലം? ദാഹം ശമിപ്പിക്കുന്നത് നമ്മുടെ വയറുള്ളവനാണ് വിശപ്പുള്ളത്. അവിടെയോട്ടാണ് ദാഹമൊക്കെ എത്തുന്നത്. നാക്ക് ഉണങ്ങുന്നത് നാക്കുള്ളവനാണ്. നാക്കില്ലാതെ ആത്മാവാണല്ലോ പോയിരിക്കുന്നത് യമലോകത്തേക്ക്. ശരീരം ഇവിടെ ദഹിപ്പിച്ചില്ലേ. അപ്പോൾ അതിനല്ല. അപ്പോൾ ആ കിടപ്പ് കുറച്ച് നാൾ കിടക്കും ചിലപ്പോൾ. അപ്പം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടും. ഒന്നെങ്കിൽ അത് സഞ്ചിത കർമ്മം കൊണ്ടുണ്ടായതും ആകാം. അങ്ങനെയുണ്ട്. നമ്മൾ ആ മുൻജന്മ പാപവും നമ്മൾ അനുഭവിച്ചേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുന്നില്ലേ. ഇത് എന്തുകൊണ്ടെന്ന് എല്ലാവർക്കും ഒരു ആശങ്കയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തത് അല്ലാത്തൊരു കർമ്മത്തിൻ്റെ തീരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ജന്മം ജനിച്ചത്. അപ്പം നമ്മൾ സ്വാഭാവികമായും ആ വാസന, കഴിഞ്ഞ ജന്മത്തിലുണ്ടായതിൻ്റെ ഒരു വാസന കിടക്കും. ആ കർമ്മങ്ങൾ ചെയ്തതനുസരിച്ച് അതിൻ്റെ പിന്നെ ജന്മം കിട്ടുന്നത്. അത് നമ്മൾ ബലാത്കാരേണ നമ്മൾ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിയണം. നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു പ്രാവശ്യം തോന്നിയാൽ അത് മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാമിജി പറഞ്ഞിരിക്കുന്ന പല പ്രാവശ്യത്തെ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ പറയും. അത് ഈ കാര്യം, അതായത് ഈ പതിപ്പിക്കുന്നതൊക്കെ ശരീരം തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഉള്ള ശരീരമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ജലപാനമൊന്നുമില്ല, അത് മൂക്കിൽ കൂടെ ട്യൂബിട്ട് കൊടുക്കുന്ന അവസ്ഥ. അത് അന്നത്തെ കാലത്ത് അത്രയ്ക്ക് അറിയാൻ മേലായിരുന്നുകൊണ്ട് കുറേശ്ശെ ചെല്ലും. ദാഹം ശമിക്കുമെന്ന് ചോദിച്ചാൽ ശമിക്കുകയല്ലേ. ദാഹം തീരണേ നമുക്ക് വെള്ളം കുടിക്കണം. വിശപ്പ് തീരണേ നമുക്ക് വിശപ്പിൻ്റെ അറിയാതിരിക്കുന്നതേ ഉള്ളൂ വയറ്റിലോട്ട് ചെല്ലുമ്പോൾ. പക്ഷെ നമുക്ക് രുചി അറിഞ്ഞുകൂടാ ഭക്ഷണം കിട്ടുന്നത്. അങ്ങനെ കിട്ടി മരിക്കുന്നവരില്ലേ. ഇപ്പോഴത്തെയാണ് സിസ്റ്റം അങ്ങനെയാണ്. ICUലോട്ട് അങ്ങ് മാറ്റും. നമ്മുടെ ബന്ധുമെത്താതെ ഇപ്പോഴാണ് ശരിക്കും നരകം യാതന അനുഭവിച്ച് മനുഷ്യർ മരിക്കുന്നത്. അത് ശരിക്കും കലികാലത്തിലുണ്ടാകുമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. മറ്റേത് നമ്മുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ കണ്ടുകൊണ്ട് നാരായണ ജപിച്ച് ഒക്കെ മരിക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മളുടെ ചെറുപ്പത്തിലെ നമ്മുടെ പൂർവികരുടെ മരണം നമ്മൾ കണ്ടിട്ടുള്ളപ്പോൾ. ഇപ്പോൾ അങ്ങനെയല്ല. കാരണം എന്നാ, നാട്ടിലെ ചുറ്റിനുള്ളവർ പറയുന്നത് ഓർത്തിട്ടാണ് വീട്ടുകാർ കൊണ്ടുപോകണം. ഇനിയും എന്തെങ്കിലും
ചെയ്യാൻ മേലെ ഇവർക്ക്. ഈ എത്രയാണ് 94, 95, 100 ഒക്കെ കഴിഞ്ഞവരെ കൊണ്ടുപോയി ആശുപത്രിയിലിടുന്ന അവർക്ക് മരണസമയമായി. അവർക്ക് സ്വച്ഛമായിട്ട് അവരുടെ കുടുംബത്തിൽ ഇരുന്ന കുട്ടികളോടൊപ്പം ഇരുന്ന് അവരുടെ ആ പ്രാണൻ പോകട്ടെ, അത് എല്ലാവരും കാണട്ടെ, അടുത്തത് നമുക്കും ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കട്ടെ. അതൊന്നും ചെയ്യുകയില്ല. നേരെ കൊണ്ട് ICUവിൽ അതിനകത്ത് വെക്കും. എന്നിട്ട് അവിടെ കിടന്ന് ആരുടെയോ അവരുടെ ശ്രദ്ധ പോലും കിട്ടുകയില്ല. ICU നടക്കുന്നത് അങ്ങനെയാണ്. അത് ഡോക്ടർമാർക്കൊക്കെ ശരിക്കും നമുക്ക് ശരിക്കും എഴുതി വെക്കാത്ത ഇതേപോലെയാണ്. അതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ കൊണ്ടുപോയാൽ അവർ ആ ഒരു മൃതപ്രായം ഇങ്ങോട്ടില്ലെന്നറിയുന്നവരെ അവരത്ര ശ്രദ്ധിക്കത്തൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അവിടെ ഇച്ചിരി ചെറുപ്പക്കാരായിട്ടുള്ളവരെ രക്ഷിച്ച് എടുക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. പ്രായമായവർക്ക് അവർ അതിൻ്റെ ഒരു പരിഗണന കൊടുക്കുക. അവിടെ ഒരു സൗകര്യമായ മരണം, ഇടയ്ക്ക് ആ ശ്വാസം മുട്ടുമ്പോൾ ഓക്സിജൻ വലിക്കാനുള്ളൊരു ഇതൊക്കെ കൊടുക്കുമെന്നല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. ഈ ചെയ്ത് നമ്മുടെ വീട്ടിലിരുന്നാൽ പോരെ. അപ്പം ആൾക്കാരെന്ത് പറയും? അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്ന് പറയുമെന്നോർത്ത് ഈ കൊണ്ടുപോകുന്നത് ഒരു കാര്യവുമില്ല. നമ്മുടെ കൂട്ടത്തിലിരുന്ന് നമ്മുടെ മക്കളുടെ അടുത്തിരുന്ന് അവർക്ക് എല്ലാ മനുഷ്യർക്കും അതായിരിക്കും ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ. അവരെ ഓർത്തോ അല്ലെ അവരുടെ നന്മയെ ഓർത്തോ അല്ലെ നാരായണ ജപിക്കുന്ന കേട്ട് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഭാഗവതം മരിക്കുന്നതിന് മുമ്പ് മരിക്കാറായി മരണപ്രായനായിട്ട് കിടക്കുന്ന ആളിനെ കേൾപ്പിക്കുമായിരുന്നു എന്ന് പറയും. മരണശേഷം രാമായണം വായിക്കുമെന്ന് അങ്ങനെ ഒരു പറച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നെ തൊടിയിലെ ശുദ്ധമൊക്കെ പറഞ്ഞിട്ട് പറയും ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ സ്വരൂപമാണ്, അത് തൊട്ടശുദ്ധമാക്കരുത്. പല സമയത്ത് പുല ഉണ്ടാകുമല്ലോ നമുക്ക് മരണം കഴിഞ്ഞാൽ, അതുകൊണ്ട് മരണശേഷം ഭാഗവതം തൊടാൻ പാടില്ലെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. പക്ഷേ അതിന് മുമ്പൊരു പരിപാടി ഉണ്ടായിരുന്നു, അതാരും ചെയ്യൂല ഇപ്പോഴും. അതിപ്പോൾ മരിക്കാറായെന്ന് ബോധ്യമാകത്തില്ലേ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ പക്ഷെ അന്നൊക്കെ അറിയാമായിരുന്നു. മരിക്കാൻ പോവുകയാണ്, മേലാതെ കിടക്കുന്നു, ശ്വാസം വലിക്കുന്നു, ആ പറഞ്ഞ വായുക്കളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭാഗവതം വായിക്കും. അത് കേട്ട് ആ കിടക്കുന്നയാൾ മരിക്കും. അത് കേട്ട് മരിക്കുമ്പം വിഷ്ണു ലോകത്തിലെത്തും. വിഷ്ണുവിനെക്കുറിച്ച് ചിന്തിക്കും. കേൾക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. കണ്ണിനൊക്കെ കാഴ്ച കുറയും, കണ്ണടഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പോൾ താഴെ ഇരുന്ന് വിളക്ക് കൊളുത്തി വെച്ച് അഗ്നിസ്വരൂപനായ ഭഗവാനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ആരെങ്കിലും വായിക്കുമ്പം അത് കേട്ട് ആ ആത്മാവ് പോയാൽ ആ വിഷ്ണുപാദം പോകുകയെന്ന് നമുക്ക് ദൃഢമായിട്ട് പറയാം. ICU കിടന്ന് മരിച്ചാൽ വിഷ്ണുപാദം പോയി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അല്ലേ ഞാൻ പറയുന്നത്? അധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അധിക പ്രസംഗമല്ല, ഇതൊക്കെ കാണുന്നതാണ് നമ്മൾ ലോകത്തിൽ, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ആസിപത്രവനം ഇപ്പോൾ ഈ ജലപാനം ഒന്നും കൊടുക്കുകയില്ലെന്ന് പറയുന്നത് ഈ കാര്യം. ICU കിടന്നാൽ ഒന്നും വെള്ളം പോലും കിട്ടുകയില്ല. നമ്മൾ ദാഹിച്ചാൽ നമുക്ക് തൊണ്ട നനയ്ക്കാനായിട്ട് നമ്മൾ പണ്ടൊക്കെ ഇറ്റിച്ച് കൊടുക്കുമായിരുന്നു, അതുപോലും കിട്ടുകയില്ല. അതൊക്കെ നരകത്തിൽപ്പെട്ടതല്ലേ അത്. ദേഹോപദ്രവം ഏൽപ്പിക്കും, ഭയപ്പെടുത്തും. ജീവിതം ദുഃഖങ്ങളെ അനുഭവിക്കുമ്പോൾ ആ ജന്തു ഉടൻ തന്നെ അങ്ങ് വിഷമിച്ച് മോഹാത്സ്യപ്പെടും. ശരീരമില്ലാത്ത ആൾ മോഹാത്സ്യപ്പെടുന്നത് എവിടെയാണ്? അന്ധകാരം വ്യാപിച്ച സ്ഥാനമായതുകൊണ്ടാണ് താമിശ്രം. തമസെന്ന് പറഞ്ഞാൽ അന്ധകാരം. താമിശ്രം എന്ന പേര് ആ നരകസ്ഥാനത്തിനുണ്ടായത്. ഇങ്ങനെ ഓരോ നരകത്തിനെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് പദം പിരിച്ച് പറയാൻ മനസ്സിലാക്കണം. അതാണ് ഏകദ ഏവ. ഏകദൈവ ഏകദൈവ എന്ന് പറഞ്ഞാൽ ഏകദ ഏവ, ഒരേ സമയത്തിൽ മൂർച്ഛാം ഉപയാതി, മോഹാത്സ്യത്തെ പ്രാപിക്കുന്നു എന്നാണ്. ഈ ഏകദൈവ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിച്ച് അതല്ല കേട്ടോ. ഇത് ഏകദ ഏവ, ഏകദ ഒരേ സമയത്തിൽ, അന്ധകാരമായ അതിൽ ഏകദ ഏവ, ഒരേ സമയത്തിൽ മാത്രം അർത്ഥമുള്ളതിന് ഏകദ ഏവ. തത്ര യസ്തു പരിവിത്ത പരവിത്ത എന്ന് വെച്ചാൽ വിത്തം എന്ന് പറഞ്ഞാൽ ധനം. പരവിത്ത അന്യൻ്റെ ധനം. പരവിത്ത അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അന്യ ധനം, സന്താനം, കളത്രം, ഭാര്യ. അന്യൻ്റെ ഭാര്യയെയും ധനത്തിനെയും അപഹരിക്കുന്നവൻ. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തർ. ഇപ്പോൾ കേൾക്കാൻ മേലേ, ധനത്തിൻ്റെ കൂടെ ഭാര്യയും കൂടെ പോകും, അങ്ങനെയാണ് പതിവ്. സന്തതിയും പോകും. അതിനെ ആരും നോക്കത്തൊന്നുമില്ല. സന്താനം അതിനെ അവർക്ക് രണ്ടു കൂട്ടർക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട. ഇപ്പോഴങ്ങനെയാണ്. പരവിത്ത അപത്യ കളത്രാണി എന്നാണ് ആ വാക്ക് കേട്ടോ. അപ്പോൾ അന്യൻ്റെ ധനം, സന്താനം, ഭാര്യ ഇവരെ അപഹരിക്കുന്നവൻ. അറിയാതെ നമ്മൾ ഒരാളിനോട് ചോദിക്കാതെ ഒരു സാധനം എടുത്താൽ അത് അപഹരിക്കുക തന്നെ. അനുവാദമില്ലാതെ എടുക്കുന്നതാണ് അപഹരം.
ആ ആളിൻ്റെ അനുമതിയില്ലാതെ നമ്മൾ എടുക്കുന്നത് എന്തും അപഹരിക്കുന്നതായിട്ടാണ് വരുന്നത്. സഹി അവൻ ഉണ്ടോ, ഇവിടെ സഹി എന്നേ ഉള്ളൂ. അവൻ, ഹി അവൻ. എന്നാണ് അവൾ നയനെ. ഭയാനകൈ ഭയങ്കരമായ യമഭടന്മാരാൽ അനശന് ആഹാരം കൊടുക്കാതെയും അനുദപാന വെള്ളം കുടിക്കാൻ കൊടുക്കാതെയും ഉദപാനം ദണ്ഡതാടന വടികൊണ്ടടിച്ചും സന്ദർജനാദിപി ഭയപ്പെടുത്തിക്കൊണ്ടും താമിശ്രേ നരകെ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ കാലപാശബദ്ധോ യമപുരുഷൈര് അതിഭയാനകൈ താമിശ്ര വെട്ടിക്കളഞ്ഞരെ. എന്നിട്ട് അവിടെ ഭയാനകൈ താമിശ്രേ നരകെ ബലാത് നിപാത്യതേ. ബലാത് അനശനാത് ഉണ്ടോ, അനശനാൻ ഉദപാന ഉദപാന ദണ്ഡതാടന ഉദപാന അനശനാൻ നാക്കുക. എന്നിട്ട് അനശന അനുദപാന എന്നാ അനുദപാന അനശന അനുദപാന. അത് അനശനാൻ വരികയല്ലോ എന്ന് ഞാൻ ഓർത്തെ. അനശന എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങൾ ആ മാർജിനിൽ എവിടെയെങ്കിലും അനശന, അത് കാരണം ചെറിയ വാക്കാണെങ്കിൽ അതിനൊക്കെ ഇച്ചിരി പ്രശ്നമുള്ളതാണ്. അനശന പ്ലസ് അനുദപാന, പിന്നെ ഒന്നും കുഴപ്പമില്ല. അനുദപാന ദണ്ഡതാടന അനശന അനുദപാന ദണ്ഡതാടന സന്ദർജനാദിഭിർ യാതനാഭിർ യാത്യമാനോ ദണ്ഡതാടന സന്ദർജനാദിഭി താമിശ്രേ നരകെ യാതനാഭി യാത്യമാനോ യാതനാഭിർ എന്ന് വായിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല. ജന്തുർ യത്ര കശ്മലം ആസാദിത ഏകത ഏവ മൂർച്ഛാം ഉപയാതി താമിശ്രപ്രായേ. 9 ഏവം ഏവ അന്ധതാമിശ്രേ. ഏവം ഏവ അന്ധതാമിശ്രേ. അന്ധതാമിശ്രം എന്ന് പറഞ്ഞാൽ ഒന്നോട്ട് യസ്തു വഞ്ചയിത്വ പുരുഷം ധാരാദീൻ ഉപയുക്തേ യത്ര ശരീരി നിപാത്യമാനോ യാതനാസ്തോ വേദനയാ നഷ്ടമതിർ നഷ്ടദൃഷ്ടിശ്ച നഷ്ടമതിർ നഷ്ടദൃഷ്ടിശ്ച ഭവതി യഥാ വനസ്പതിർ വൃശ്യമാനമൂലസ്തസ്മാത് അന്ധതാമിശ്രം. വനസ്പതിർ വൃശ്യമാനമൂല വനസ്പതി യഥാ ആ വൃക്ഷം എന്ന പോലെ വനസ്പതി വേര് മുറിക്കപ്പെട്ട വൃശ്യമാനമൂല വനസ്പതി യഥാ തസ്മാത് അതുകൊണ്ട് ആ നരകത്തെ അന്ധതാമിശ്രം എന്ന് പറയുന്നു. എല്ലാ വാക്കും കിട്ടിയോ? ഏവമേവ അന്ധതാമിശ്രേ യസ്തു വഞ്ചയിത്വ പുരുഷം ധാരാദീനുപയുക്തേ യത്ര ശരീരി നിപാത്യമാനോ യാതനാസ്തോ വേദനയാ നഷ്ടമതിർ നഷ്ടദൃഷ്ടിശ്ച ഭവതി യഥാ വനസ്പതിർ വൃശ്യമാനമൂലസ്തസ്മാത് അന്ധതാമിശ്രം തം ഉപദിശന്തി. യസ്ത്വിഹ വ ഏതദഹമിതി മമേദമിതി ഭൂതദ്രോഹേണ കേവലം സ്വകുടുംബം ഏവ അനുദിനം പ്രപുഷ്ണാതി സ തദിഹ വിഹായ സ്വയമേവ തദശുഭേന രൗരവേ നിപതതി. അത് മിക്കവാറും നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരും. ഏതാ അഹം ഞാൻ, മമ എൻ്റേത് എന്ന് നമ്മുടെ ശരീരത്തിനെക്കുറിച്ച് നമ്മൾ ധരിക്കുന്നു. ശരീരം എൻ്റേതാണെന്നും ഇത് ഞാനാണെന്നും ശരീരം ഞാനാണെന്നും ധരിക്കുന്നവനൊക്കെ രൗരവത്തിൽ ചെല്ലും.
യസ്വിഹ വാ ഏതദഹം ഇതി മമേദം ഇതി. ഏതദ് അഹം മമേതി എന്ന് വെച്ചാൽ മമ എൻ്റേത്, അഹം ഞാൻ. ഭൂതദ്രോഹേണ കേവലം സ്വകുടുംബം ഏവ അനുദിനം കുടുംബത്തിനെ ഓരോ ദിവസവും പുഷ്ണാതി പുലർത്തുന്നുവോ ആ പുരുഷൻ ആ ശരീരാദികളെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് തത് അശുഭേന ആ പാപത്താൽ രൗരവത്തിൽ നിപതിക്കുന്നു. അതൊന്നുമില്ല അതിനകത്ത് പറഞ്ഞ, നമുക്ക് വേറെ തിരുത്താനൊന്നും. ത്വിഹ യഥൈവാമുന വിഹിംസിത ജന്തവ പരത്ര യമയാതനാം ഉപഗതം ത ഏവ രുരവോ ഭൂത്വാ തഥാ തമേവ വിഹിംസന്തി തസ്മാത് രൗരവം ഇത്യാഹു രുരുരിതി സർപ്പാത് അതിക്രൂരസത്വാപദേശഃ. ത്വിഹ ഇഹ അമുന യഥ ഏവ അമുന, അതാണ് യഥ ഏവ അമുനാണ് യഥൈവാഹു അമുന എന്ന് പറഞ്ഞത്. അമുന ഇവനാലെന്ന അമുന എന്ന് പറഞ്ഞാൽ. വിഹിംസിത ഏതോ തേ ഏവ, അതൊക്കെ മുകളിലത്തേതൊക്കെ കൂടെ കൂട്ടിയാണേ. രുരവ പരത്ര രുരവ ഭൂത്വ യമയാതനാം ഉപഗതം തയേവ രുരവോ ഭൂത്വാ തഥാ തമേവ വിഹിംസന്തി തസ്മാത് രൗരവ ഇത്യാഹോ രൗരവം എന്ന് പറയുന്നു. ഇതി ആഹോ, രൗരവം ഇതി ആഹോ എന്ന് വെച്ചാൽ രൗരവം എന്നതിന് പേര്. രുരു എന്നത് രുരു ഇതി സർപ്പാത അതിക്രൂര സത്വാപദേശ, സർപ്പത്തേക്കാൾ അതിക്രൂരമായ പ്രാണിയുടെ പേരാണ് എന്നത് രുരു എന്ന് പറയുന്നത്. വലിയ ദുഷ്ടജന്തുവിൻ്റെ പേരാണ്, വിഷമുള്ളതിൻ്റെ പേരാണ്. രുരു രീതി സർപ്പാത് അതിക്രൂര സത്വാപദേശഃ. ഹരി ഓം.